എൻ്റെ പേര് ജോസഫീന സിൽവസ്റ്റർ. ഞാൻ കൊച്ചി രൂപതയിലെ കൊമ്പളങ്ങി സേക്രഡ് ഹാർട്ട് ഇടവകയിൽ നിന്നും വരുന്നു. ഞാൻ ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം, എൻ്റെ 2 ബ്രസ്റ്റിലും 2 സെൻറ്റിമീറ്റർ 3 സെൻറ്റിമീറ്റർ ഒക്കെയുള്ള മുഴകളും, നക്ഷത്രം പോലെ 2 ബ്രസ്റ്റിലും നിറയെ മുഴകളും വന്നു. അപ്പോൾ ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇത് ഓപ്പറേഷൻ ചെയ്ത് 2 ബ്രസ്റ്റിലും എടുത്ത് കളയണത് നക്ഷത്രം പോലെ ഉള്ളതുകൊണ്ട് പെറുക്കി കളയുന്ന ഒരു ബുദ്ധിമുട്ടാണ്. പക്ഷേ എന്നാലും 2 ബ്രസ്റ്റും ഒരേ സമയം നമുക്ക് ഓപ്പറേഷൻ ചെയ്യാം, എന്നിട്ടത് എടുത്ത് കളയുക തന്നെ വേണം, മരുന്നില്ല. അപ്പോൾ 2019 അതിനു വേണ്ടിയാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത്, ഏപ്രിൽ മാസം. അതിനുശേഷം എനിക്ക് ആകെ ഒരു വിഷമതയിലായി. അതൊന്നും സംഭവിക്കണില്ല ഞാൻ ഉടമ്പടി എടുത്തിട്ടും. അപ്പോൾ എനിക്ക് ബുദ്ധിമുട്ടായപ്പോൾ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കൂടെ തൈക്കാട്ടിശ്ശേരി പള്ളിയിൽ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കാണാൻ ദൈവം എന്നെ അനുവദിച്ചു. ആ സമയത്ത് അച്ഛൻ ഒന്നും പറഞ്ഞില്ല. അച്ഛൻ ദിവ്യസക്രാരിക്ക് മുമ്പിൽ എന്നെ മുട്ട് കുത്തിച്ച് നിർത്തി വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊള്ളാൻ പറഞ്ഞു. അച്ഛൻ എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു. എന്നിട്ട് എന്നെ വിട്ടു. ഞാൻ തിരിച്ച് വീട്ടിൽ വന്നു. വീണ്ടും അത് വലുതാകുന്നത് പോലെയൊക്കെ സംഭവിച്ചു. ഞാൻ വീണ്ടും ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇതൊരു സംശയമുണ്ട്, ക്യാൻസർ ആണോ എന്ന് പരിശോധിക്കണം, അപ്പോൾ നമ്മൾ ബയോപ്സിക്ക് അയക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ വീണ്ടും ഞാൻ ഇവിടെ വന്നു. അപ്പോൾ ഇങ്ങനെ സംശയം പറഞ്ഞുകൊണ്ട് എനിക്ക് ഇവിടെ നിന്ന് അച്ഛനെ കാണാനുള്ള ഒരു ടോക്കൺ കിട്ടി. അങ്ങനെ ഞാൻ അച്ഛൻ്റെ അടുത്ത് വന്ന് വീണ്ടും പ്രാർത്ഥിച്ചു. ഇങ്ങനെ ക്യാൻസർ ആണോ എന്ന് സംശയം പറയുന്നു അച്ഛാന്ന് പറഞ്ഞിട്ട് ഞാൻ വീണ്ടും അച്ഛൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ അച്ഛൻ തലയൊക്കെ വെച്ച് പ്രാർത്ഥിച്ചു. അച്ഛനൊന്നും പറഞ്ഞില്ല. ഓക്കെ, ഒന്നും പറഞ്ഞില്ല. അച്ഛൻ തലയൊക്കെ വെച്ച് പ്രാർത്ഥിച്ചു, ഞാൻ പോയി. പിന്നെ അത് ബയോപ്സിക്ക് അയച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും കൊറോണ കാലമായി. പിന്നെ 2 വർഷം കൊറോണ കാലമായിരുന്നു, ആർക്കും പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥ. ആ സമയത്ത് ഡോക്ടർ പറഞ്ഞ് കൊറോണ കഴിഞ്ഞിട്ട് ഓപ്പറേഷൻ ചെയ്യുന്നു. അപ്പോൾ ഞാൻ ആ കാലത്ത് ഉടമ്പടി തൈലം എടുത്ത് എൻ്റെ 2 ബ്രസ്റ്റിലും കുരിശ് വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി മാതാവിനോട് പ്രാർത്ഥിച്ചിരുന്നു. 2 വർഷം കൊറോണ കഴിഞ്ഞ് ഞാൻ വീണ്ടും ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു, എന്തോ ഒരു ചേഞ്ച് കാണുന്നുണ്ട്, അപ്പോൾ അതുകൊണ്ട് നമുക്കിപ്പോൾ ഓപ്പറേഷൻ വേണ്ട, ഒരു 2 മാസം നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഈ 2 മാസം പ്രത്യേകിച്ച് മരുന്നൊന്നും ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾ വൈറ്റമിൻ ഗുളിക കഴിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് വൈറ്റമിൻ ഗുളിക മാത്രം തന്നു. എന്നിട്ട് 1 മാസം ഒരു മെഡിസിനും എടുക്കാതെ ഇരിക്കണം എന്ന് പറഞ്ഞു, എന്നിട്ട് വരണം. അങ്ങനെ ഞാൻ 3 മാസങ്ങൾക്ക് ശേഷം വീണ്ടും ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ എന്നെ പരിശോധിച്ചപ്പോൾ പറഞ്ഞു, ഇനി ഒരു സ്കാനിങ്ങിൻ്റെ ആവശ്യം പോലും ഇല്ല, അതുകൊണ്ട് 2 ബ്രസ്റ്റിലെയും എല്ലാ മുഴകളും മാറിയിരിക്കുന്നു, അപ്പോൾ ഇനി ഒന്നും വേണ്ട, നിങ്ങൾക്ക് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് ഇത്ര വലിയ അനുഗ്രഹം നൽകിയ ദൈവമാതാവിനും തിരുകുമാരനും ദൈവപിതാവിനും അനന്തകോടി നന്ദി. ഞാൻ കാരുണ്യ പ്രവർത്തനം, പ്രേക്ഷിത പ്രവർത്തനം, കൃപാസനം പേപ്പർ ഞാൻ എല്ലാവർക്കും കൊടുക്കാറുണ്ട്. അത് ഇന്ന സ്ഥലത്തൊന്നില്ല, വീടുകളിൽ കൊടുക്കും, കടകളിൽ അല്ലെങ്കിൽ ഓട്ടോറിക്ഷക്കാർക്ക്. ചിലപ്പോൾ ഇങ്ങനെ ഒരു പ്രാവശ്യം എനിക്ക് 3 കെട്ട് വാങ്ങണം എന്ന് തോന്നി. അപ്പോൾ ഞാൻ വാങ്ങിയപ്പോൾ ഞാൻ ഓർത്ത് മാതാവ് ഇതിനിപ്പോൾ വാങ്ങിപ്പോയി ഇനി എന്താ ചെയ്യുമെന്ന്. ആ സമയത്ത് ഒരു ചേച്ചി എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഞങ്ങളുടെ വീടിനടുത്തൊക്കെ കുറച്ച് പേർക്ക് ഞാൻ കൊടുക്കുന്നതാണ്. അപ്പോൾ ചേച്ചിക്ക് പൈസ ഉണ്ടായിരുന്നില്ല, അപ്പോൾ ചേച്ചിക്ക് വാങ്ങി കൊടുക്കാനായിട്ട്. അങ്ങനെ ആ ചേച്ചി വന്ന് എൻ്റെ അടുത്തുനിന്ന് ഒരു കെട്ട് വാങ്ങി. പിന്നെ അതുപോലെ തന്നെ വളരെ നമുക്കൊന്നും ചെയ്യേണ്ടി വന്നില്ല, പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ ഇത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങോട്ട് വളരെ പെട്ടെന്ന് നമ്മുടെ കയ്യിൽ നിന്ന് ഇത് എല്ലാവരും വാങ്ങിക്കൊണ്ട് പോയി. അതുപോലെ തന്നെ മാതാവിൻ്റെ കാശുരൂപം, ഉപ്പ്, തേന്, കൊന്ത, എല്ലാ സാധനങ്ങളും ഞാൻ ഇവിടെ നിന്ന് വാങ്ങും. അപ്പോൾ ചിലവരെയൊക്കെ കാണുമ്പോൾ ഇത് കൊടുക്കണം എന്നെൻ്റെ ഉള്ളിൽ പറയും. അത് ക്രിസ്ത്യനാകാം, നോൺ ക്രിസ്ത്യനാകാം. മിക്കവാറും എല്ലാവരെയും കാണുമ്പോഴേ മാതാവിനെക്കുറിച്ച് പറയണം എന്നെൻ്റെ ഉള്ളിൽ പറയും. അതുമാത്രമല്ല, ഞാൻ ചിലപ്പോൾ പറയും, ഞാൻ അങ്ങോട്ട് പറയും, ഇപ്പോൾ പറയേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ചിലപ്പോൾ ഇങ്ങനെ പോന്നിട്ടുണ്ടെങ്കിൽ വീണ്ടും എൻ്റെ മനസ്സിലിങ്ങനെ പറയേണ്ടതായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ ഇതുപോലെ തന്നെ
എല്ലാവരോടും, ഞാൻ കാണുന്ന എല്ലാവരോടും ഉള്ളിൽ പറയേണ്ടവരെയൊക്കെ പറയണം എന്നുള്ള എൻ്റെ മനസ്സിൽ നിന്ന് പറയാറുണ്ട്. അവരോടൊക്കെ ഞാൻ പറയാറുണ്ട്. ഇതുപോലെ പലരും ഇവിടെ വരികയും ഉടമ്പടി എടുക്കുകയും അതുപോലെ തന്നെ അവർക്കും ഇതുപോലെ അനുഭവങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഉൽപ്പത്തി പുസ്തകം 49 അധ്യായം 29 തിരുവചനം പറയുന്നു, നിന്റെ പിതാവായ ദൈവം നിനക്ക് തുണയായിരിക്കും, സർവശക്തനായ ദൈവം നിന്നെ അനുഗ്രഹിക്കും, മുകളിലുള്ള ആകാശത്തിൻ്റെയും കീഴിലുള്ള ആഴത്തിൻ്റെയും ഉദരത്തിൻ്റെയും മാറിടത്തിൻ്റെയും അനുഗ്രഹങ്ങൾ നിനക്കുണ്ടാകട്ടെ. ദൈവമായ കർത്താവ് നമുക്ക് നൽകുന്ന വാഗ്ദാനങ്ങൾ വളരെ വലുതാണ്. ജോസഫ് അച്ഛൻ പറയുന്നത് പോലെ നിങ്ങൾ ചെറിയ കാര്യങ്ങൾ ആഗ്രഹിക്കരുത്. നിങ്ങളുടെ ആഗ്രഹങ്ങൾ വലുതായിരിക്കണം, നിങ്ങളുടെ നിയോഗങ്ങൾ വലുതായിരിക്കണം. ഇത് സാധ്യമല്ല എന്ന് വൈദ്യശാസ്ത്രം വിധിയെഴുതിയിട്ടുള്ളതും ലോകവും നിയമവും ലോക നിയമങ്ങളും വിധിയെഴുതിയിട്ടുള്ള കാര്യങ്ങളായിരിക്കണം നിങ്ങൾ ആഗ്രഹിക്കേണ്ടത്. മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് എന്ന് പരിശുദ്ധ അമ്മയ്ക്ക് ഗബ്രിയേൽ മാലാഖ പ്രത്യക്ഷപ്പെട്ടപ്പോൾ പറഞ്ഞിരുന്നു. മറിയം ചോദിച്ച ഒരു ചോദ്യം ഇതായിരുന്നു, ദൈവപുത്രൻ എന്നിൽ നിന്ന് ജനിക്കുന്നത് എങ്ങനെ സംഭവിക്കും? ഇതെങ്ങനെ സംഭവിക്കും? മാലാഖ വളരെ കൃത്യമായി പരിശുദ്ധ അമ്മയോട് പറഞ്ഞു കൊടുത്തു, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, ദൈവത്തിന് ഒന്നും അസാധ്യമല്ലല്ലോ. വളരെ കൃത്യമായ ഒരുപാട് കാര്യങ്ങൾ മാലാഖ പരിശുദ്ധ അമ്മയോട് പറഞ്ഞു കൊടുത്തപ്പോൾ പരിശുദ്ധ അമ്മയ്ക്ക് വേദപുസ്തകം വളരെ പരിചിതമായിരുന്നു. തൻ്റെ മാതാപിതാക്കളോടൊപ്പം താൻ പഠിച്ചിരുന്ന സ്ഥലങ്ങളിലെല്ലാം കൃത്യമായി ഒരു യൂദ വംശത്തിൽ നിന്ന്, ദാവീദിൻ്റെ ഗോത്രത്തിൽ നിന്ന് ദൈവപുത്രൻ ജനിക്കുമെന്നുള്ള അറിവ് പരിശുദ്ധ അമ്മയ്ക്കുണ്ടായിരുന്നു. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല എന്ന് പറഞ്ഞതിൻ്റെ ഒരു അടയാളവും തെളിവുമാണ് എലീശോമയുടെ ഒരു ഗർഭധാരണത്തെക്കുറിച്ച് ഗബ്രിയേൽ മാലാഖ പറഞ്ഞത്. എലീശോമയും സക്കറിയയും വളരെ പ്രായാധിക്യമുള്ളവരാണ്. ഒരു കൊച്ചു പെൺകുട്ടിയുടെ അറിവനുസരിച്ച് ഇത് അസാധ്യമാണെന്ന് അവൾക്കറിയാം. അത് സാധ്യമായെങ്കിൽ ദൈവത്തിന് ഒന്നും അസാധ്യമല്ല എന്ന് വിശ്വസിക്കാൻ, എല്ലാം സാധ്യമാണെന്ന് ആത്മാവിൻ്റെ നിറവ് പരിശുദ്ധ അമ്മയ്ക്ക് ലഭിച്ചു. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം കൊണ്ട് ഉദരത്തിൽ തുള്ളിച്ചാടുന്ന ഒരു യോഹന്നാനെയാണ് നാം കണ്ടുമുട്ടുന്നത്. തൻ്റെ യാത്ര വളരെ പെട്ടെന്നായിരുന്നു. എലീശോമയെ സഹായിക്കാനും ശുശ്രൂഷിക്കുവാനും. നമുക്ക് നമ്മുടെ വചനം മാംസമാകുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസമാണ് ഉടമ്പടി ജീവിതത്തിൽ ഉണ്ടാകുന്നത്. നാം പ്രേക്ഷിത പ്രവർത്തനത്തിലേക്കും കാരുണ്യ പ്രവൃത്തികളിലേക്കും നമ്മുടെ കൈകളും കാലുകളും നീളുന്നത് ഒരു വലിയ കൃപയുടെ അടയാളമാണ്. ഈ സാക്ഷ്യങ്ങളിലെല്ലാം തങ്ങൾ വിവരിക്കുന്നതാണ്, ഞാൻ പ്രേക്ഷിത പ്രവർത്തനം എന്തൊക്കെ ചെയ്തു, ഞാൻ ഈശോയെ എന്തുമാത്രം മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുത്തു, അറിയുന്നവരെ ആഴപ്പെടുത്തിയിട്ടുണ്ടോ എന്നെല്ലാം അവർ പ്രസ്താവിക്കുന്നത് ദൈവികമായ ഒരിടപെടലും ഈശോയുടെ ഒരു കൃപയുമാണ്. പരിശുദ്ധാത്മാവ് നിറയുന്ന ദിവസങ്ങളാണ് ഇതെല്ലാം. ഇന്നലെ പെന്തക്കോസ്ത് തിരുനാളായിരുന്നു. ഒരുപാട് സഹോദരങ്ങൾ നൈറ്റ് വിജിലെടുത്ത് പ്രാർത്ഥിക്കുന്ന സമയങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ട്. അവർക്കെല്ലാം ദൈവിക അനുഭവങ്ങളും ഇടപെടലുകളും ഉണ്ടായിട്ടുണ്ടെന്ന് നമുക്കറിയാം. ദൈവിക ഇടപെടലുകളിലെല്ലാം നമുക്ക് വ്യക്തമാകുന്നത് ഉടമ്പടി ജീവിതത്തിലൂടെ നമുക്കുണ്ടാകുന്ന മാറ്റങ്ങളിലൂടെയാണ്. തൻ്റെ ഈ ഒരു വലിയ ജീവിത സാക്ഷ്യമാണ് തനിക്കുണ്ടായിരുന്ന ബ്രസ്റ്റിനുണ്ടായിരുന്ന ലംബ്. ഡോക്ടർ പറഞ്ഞു ഇത് ഓപ്പറേഷനിലൂടെ അല്ലാതെ ഇതെടുത്തു മാറ്റുക സാധ്യമല്ല. വളരെ സമയച്ചുരുക്കത്തിൻ്റെ അമ്മ ഒരു ഓപ്പറേഷൻ ഇല്ലാതെ അത് സൗഖ്യപ്പെടുത്തുകയാണ്. നമുക്ക് പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി പറയാം. നമ്മുടെ ദൈവവചനത്തിനനുസരിച്ചുള്ളൊരു ജീവിതം നമുക്കിനി മുന്നോട്ട് വയ്ക്കാം. ഉടമ്പടി എടുക്കുന്നവരെല്ലാം തൻ്റെ ജീവിത സാക്ഷ്യമയുടെ, പ്രത്യക്ഷീകരണ സാക്ഷ്യമയുടെ ഏറ്റുപറഞ്ഞു കഴിയുമ്പോൾ അവരെടുക്കുന്നൊരു തീരുമാനമാണ്, ഞങ്ങൾ ഇനി ഉടമ്പടിയിലായിരിക്കും. ഉടമ്പടിയിലായിരുന്ന കാലഘട്ടത്തിൽ, ആ 3 മാസ കാലഘട്ടത്തിൽ അവർക്ക് ലഭിച്ച അനുഗ്രഹങ്ങളുടെ ഒരു ആകത്തുകയിൽ നിന്നാണ് അവർ വീണ്ടും ഒരു ദൈവവുമായിട്ടുള്ള ആ കരാർ, ആ ഉടമ്പടി ഉറപ്പിക്കുന്നത്. ഞാൻ ഇനിയും ഉടമ്പടിയിലായിരിക്കും, എനിക്ക് ഇനിയും ദൈവിക ഇടപെടൽ ആവശ്യമുണ്ട്, പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം എനിക്ക് ആവശ്യമുണ്ട്. പരിശുദ്ധ അമ്മയുടെ കൂടെ നടക്കുമ്പോഴാണ് എനിക്ക് പുതിയ വെളിപ്പെടുത്തലുകൾ നൽകുന്നത്. എൻ്റെ ജീവിതത്തിനാവശ്യമായ തീരുമാനങ്ങളെല്ലാം പരിശുദ്ധ അമ്മ നടത്തി തരുന്നതും, ആരോട് എന്ത് എപ്പോൾ സംസാരിക്കണം, ആരെ പോയി കാണണം, ആരോടാണ് എവിടെയാണ് ഞാൻ എത്തിച്ചേരേണ്ടത്,
ഒരു സഹോദരിയുടെ സാക്ഷ്യം പറയുകയായിരുന്നു, ഞാൻ എപ്പോഴെല്ലാം ഭക്ഷണം കഴിക്കുമ്പോൾ പോലും ഞാൻ പരിശുദ്ധ അമ്മയോട് ചോദിക്കുമായിരുന്നു, ഞാൻ എത്ര ക്വാണ്ടിറ്റി കഴിക്കണം. ഇതെല്ലാം വലിയ ദൈവിക ഇടപെടലുകളാണ്. ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് പരിശുദ്ധ അമ്മയോട്, ഞാൻ എത്ര ഭക്ഷണം കഴിക്കണം, ഞാൻ എന്തുമാത്രം കഴിക്കണം. മറ്റുള്ളവരെല്ലാം എന്നോട് പറയുന്നതാണ്, നീ വളരെ ക്ഷീണിച്ചു പോയി. ഞാൻ അമ്മയോട് ചോദിക്കുകയാണ്, അമ്മേ ഞാൻ എത്ര ഭക്ഷണം കഴിക്കണം. അത്രമാത്രം ഇൻറ്റിമസി ഒരു ഉടമ്പടി ജീവിതത്തിലൂടെ ഓരോരുത്തർക്കും കടന്നു വരുന്നു എന്നുള്ളത് വലിയ ജീവിത സാക്ഷ്യങ്ങളാണ്. നമുക്ക് ഉടമ്പടിയിലായിരിക്കാം, പരിശുദ്ധ അമ്മയോട് ചേർന്ന് എല്ലാ സമയവും നമുക്ക് നടക്കുകയും സഞ്ചരിക്കുകയും ചെയ്യാം. പരിശുദ്ധ അമ്മ നമ്മോടുകൂടെ സഞ്ചരിക്കുകയും നമ്മോട് എല്ലാ സമയത്തും തങ്ങളുടെ പരിശുദ്ധ അമ്മയുടെ ഒരു അഭിപ്രായം നമ്മോട് വെളിപ്പെടുത്തി തരികയും ചെയ്യും. ഈശോയാണ് പരിശുദ്ധ അമ്മയിലൂടെ നമുക്ക് എല്ലാ കൃപകളും നൽകുന്നത്. ഉടമ്പടി ജീവിതം നമുക്ക് ഉറപ്പേകുന്നു, ഉറച്ച തീരുമാനങ്ങൾ നൽകുന്നു. ഈ സഹോദരിയുടെ ജോസഫിനയുടെ ഈ സാക്ഷ്യത്തിന് നമുക്ക് പരിശുദ്ധ അമ്മയോടും ഈശോയോടും നന്ദി പറഞ്ഞുകൊണ്ട് ഒരു വലിയ കയ്യടി നൽകി നമ്മുടെ ജീവിത സാക്ഷ്യങ്ങളെ, ജീവിത അനുഭവങ്ങളെ നമുക്ക് ചേർത്ത് വെച്ച് നന്ദി. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.